ടോണി ഒരു ഡെവലപ്പറായി ഫെറ്റിലിൽ വർക്ക് ചെയ്യുകയാണ്. നിലവിലൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് SQLും കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മറ്റു പല ഡിപ്പെൻഡൻസീസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടോണിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. തൻ്റെ കൊളീഗായിട്ടുള്ള ജോണിക്ക് ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ജോണിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസും കൂടാതെ നേരത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന SQL ഡാറ്റാബേസോ മറ്റു ഡിപ്പെൻഡൻസീസോ ജോണിയുടെ കയ്യിലില്ല. സോ ഈ ഒരു പ്രശ്നം ജോണിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഡോക്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഡോക്കറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡോക്കർ? ഡോക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഡോക്കർ ഈസ് എ ടൂൾ ദാറ്റ് ഹെൽപ്പ് യു ക്രിയേറ്റ്, ഷിപ്പ് ആൻഡ് റൺ ആപ്ലിക്കേഷൻ ഇൻസൈഡ് കണ്ടെയ്നേഴ്സ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഷിപ്പിൽ കയറ്റി അയക്കും. അവിടെ എന്തിലായിരിക്കും നമ്മൾ അയക്കുന്ന ഒരു കണ്ടെയ്നറിനകത്തേക്ക് ആ സാധനങ്ങൾ കയറ്റിയിട്ട് നമ്മൾ ഷിപ്പ് വഴി എന്ത് ചെയ്യും, മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കും. അവിടെ എന്ത് ചെയ്യും, ആ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യും, ആ ഒരു കണ്ടെയ്നറിലുള്ള സാധനങ്ങൾ അവരുടെ ആവശ്യം എന്താണോ, ആ സാധനങ്ങളുടെ നീഡ് എന്താണോ അതനുസരിച്ച് അവർ ഉപയോഗിക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അത് നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിന് അകത്താക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആർക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൂൾ അപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ തിങ്ക് കണ്ടെയ്നേഴ്സ് ആസ് സ്മോൾ പോർട്ടബിൾ ബോക്സസ് ദാറ്റ് ഹോൾഡ് എവറിത്തിങ് യുവർ ആപ്പ് നീഡ്സ് ടു റൺ. ഇവിടെ എന്താണ്, നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കുക. അതിനകത്ത് എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈ യൂസ് ഡോക്കർ, എന്തുകൊണ്ട് നമ്മൾ ഡോക്കർ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്, വർക്ക് ദ സെയിം ഓൺ എനി കമ്പ്യൂട്ടർ ഓർ സെർവർ, നോ മോർ ഇറ്റ് വർക്ക്സ് ഓൺ മൈ മെഷീൻ ഇഷ്യൂസ്. ഓക്കെ, നമുക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലായിരിക്കും. ആ ഒരു സിസ്റ്റത്തിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ബാക്കി വർക്കുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഡോക്കർ വരുമ്പോൾ എന്താണ്, നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ എന്നോ സെർവറൊന്നുമില്ല, എവിടെ വേണമെന്നും നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈസിലി മൂവ് യുവർ ആപ്പ് ഫ്രം യുവർ ലാപ്ടോപ്പ് ടു സെർവർ ഓർ ദ ക്ലൗഡ്. ഓക്കെ, നമുക്ക് ഈസിലി എന്താ പറ്റും, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് സെർവറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലൗഡിലേക്കോ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ യുവർ ആപ്പ് വിൽ റൺ ദ സെയിം വേ എവരിവെയർ ബിക്കോസ് ദ കണ്ടെയ്നർ ഇൻക്ലൂഡ്സ് ഓൾ നെസസറി പാർട്സ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, പകരം അതിന് ആവശ്യമായിട്ടുള്ള നെസസറി പാർട്സ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളാ ഒരു കണ്ടെയ്നറിന് അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ റൺ ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഏത് സിസ്റ്റത്തിലും റൺ ചെയ്യും. അതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എഫിഷ്യൻസി എന്താ, യൂസ് ലെസ് കമ്പ്യൂട്ടർ പവർ ആൻഡ് സ്റ്റാർട്ട് ഫാസ്റ്റർ ദാൻ ട്രഡീഷണൽ വിർച്വൽ മെഷീൻസ്. നമുക്ക് ട്രഡീഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു വിർച്വൽ മെഷീൻസ് റൺ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഡോക്കർ വർക്ക് ചെയ്യും. ദെൻ വാട്ട് ഈസ് എ കണ്ടെയ്നർ? നമ്മളിപ്പോൾ കണ്ടെയ്നർ എന്നുള്ള കാര്യം പറഞ്ഞു. എന്താണ് കണ്ടെയ്നർ എന്നുള്ളത് നോക്കാം. ഓക്കെ, എ കണ്ടെയ്നർ ലൈക്ക് എ ലൈറ്റ് വെയ്റ്റ് പോർട്ടബിൾ ബോക്സ് ദാറ്റ് ഹോൾഡ് എവറിത്തിങ് യുവർ ആപ്പ് നീഡ്സ് ടു റൺ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ ബോക്സ് ആണ്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ്റെ ഡിപ്പെൻഡൻസീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ട് ഡാറ്റാബേസ് ആയിക്കോട്ടെ, അതിനാവശ്യമായിട്ടുള്ള സർവീസസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ആ ഒരു കണ്ടെയ്നറിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ദിസ് ഇൻക്ലൂഡ് ദ ആപ്സ്, കോഡ്, ടൂൾസ്, ലൈബ്രറീസ് ആൻഡ് സെറ്റിംഗ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, ലൈബ്രറീസ് ആയിക്കോട്ടെ, കൂടാതെ അതിൻ്റെ സെറ്റിംഗ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡോക്കർ വേഴ്സസ് വിർച്വൽ മെഷീൻസ്. നമുക്ക് ഡോക്കറും അതുപോലെ തന്നെ വിർച്വൽ മെഷീൻസും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡോക്കറിൻ്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഷെയർ ദ ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ എന്താണ്, നമ്മൾ ഡോക്കർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അതെന്ത് ചെയ്യും, അതുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ദെൻ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ക്വിക്ക് ടു സ്റ്റാർട്ട്.
ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായില്ല, അവിടെ സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡോക്കർ റൺ ചെയ്യും. ദെൻ വിർച്വൽ മെഷീൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഹാവ് ദെയർ ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, വിർച്വൽ മെഷീനിൽ നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ വേണ്ടത് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഹെവിയർ ആൻഡ് സ്ലോവർ ടു സ്റ്റാർട്ട്, അത് ഹെവി ആവും. അതുകൂടാതെ തന്നെ അതൊരു സ്റ്റാർട്ട് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ കീ കൺസെപ്റ്റ്സ്, ഡോക്കറിൻ്റെ കീ കൺസെപ്റ്റ്സ് എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ഡോക്കർ എൻജിൻ, ദ മെയിൻ പാർട്ട് ഓഫ് ഡോക്കർ ദാറ്റ് റൺ കണ്ടെയ്നേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു കാറിൻ്റെ എൻജിനാണ് എന്ത് ചെയ്യുന്നത്, ആ കാറ് റൺ ചെയ്യാനുള്ള പവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡോക്കർ എൻജിനാണ് എന്ത് ചെയ്യുന്നത്, ദ മെയിൻ പാർട്ട് ഓഫ് ഡോക്കർ ദാറ്റ് റൺ കണ്ടെയ്നേഴ്സ്. കണ്ടെയ്നേഴ്സിനെ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവറും കാര്യങ്ങളും കൊടുക്കുന്ന ആരാണ്, ഡോക്കർ എൻജിനാണ്. ദെൻ ഡോക്കർ ഇമേജ്, എ സ്നാപ്ഷോട്ട് ഓർ ടെംപ്ലേറ്റ് യൂസ്ഡ് ടു ക്രിയേറ്റ് കണ്ടെയ്നേഴ്സ്. ഡോക്കർ ഇമേജിനെ നമുക്ക് എങ്ങനെ കണക്കാക്കാം, ഒരു കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയിൽ ഒരു കേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡോക്കർ ഇമേജിൽ ആ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ ഇമേജിനെ കണക്കാക്കാൻ എ സ്നാപ്ഷോട്ട് ഓർ ടെംപ്ലേറ്റ് യൂസ്ഡ് ടു ക്രിയേറ്റ് കണ്ടെയ്നേഴ്സ്. കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെംപ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നാപ്ഷോട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡോക്കർ ഇമേജിനെ കണക്കാക്കാം. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്കർ കണ്ടെയ്നർ. ഓക്കെ, എ റണ്ണിങ് ഇൻസ്റ്റൻസ് ഓഫ് എ ഡോക്കർ ഇമേജ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്കർ ഇമേജ് എന്താണ്, ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതുപോലെ തന്നെ ഡോക്കർ കണ്ടെയ്നറിന് എന്താക്കുക, ആ ഒരു റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡോക്കർ കണ്ടെയ്നറിനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. എ റണ്ണിങ് ഇൻസ്റ്റൻസ് ഓഫ് എ ഡോക്കർ ഇമേജ്. ഓക്കെ, ആ ഒരു ഡോക്കർ ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായ ഒരു റണ്ണിങ് ഇൻസ്റ്റൻസ് ആണ് ഈ ഒരു ഡോക്കർ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഈ ഒരു ഡോക്കർ കണ്ടെയ്നറിൻ്റെ അകത്തായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ ഇത്രത്തോളമാണ് നമുക്ക് ഡോക്കറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.